ഇനി മേളില് എന്താണ് ഇത്? കൊല വഴിപ്പിക്കാൻ ചാക്കി കെട്ടി വെച്ചിരിക്കുന്ന എന്താണിത്? നീ എന്റെ പുറത്ത് കയറിക്കടാ. അപ്പൊ മുത്തച്ഛൻ നിന്റെ മുഖത്തിലിരിക്കണത് അതിന്റെ വെയിറ്റ് എനിക്ക് വരില്ലല്ലോ. നീ കയറിക്കടാ. ഭയങ്കരമാണോ? ഭയങ്കരം. സർ എങ്ങനെയാണ് ആ ഡിസ്കസ് കൈ തിരിച്ചു വന്നത്? പ്രാക്ടീസ്. ഒരു മാസ് ഒരു പ്രത്യേക ആംഗിളിൽ ഒരു നിശ്ചിത വെലോസിറ്റിയിൽ മുമ്പോട്ട് എറിഞ്ഞാൽ അതിന്റെ ഭ്രമണപഥം ഡീവിയേറ്റ് ചെയ്ത് അത് തിരികെ എറിഞ്ഞെടുത്ത് തന്നെ എത്തും. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഇത് പേരെന്താണ് പറഞ്ഞേ? എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? ഇതെല്ലാം നാടകമായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എന്നെ പറ്റി പ്രത്യേകിച്ച് പറ. ശ്രീവള്ളി പറഞ്ഞ ഭൂലോക വള്ളിക്കെട്ടാണ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നാടകം ആരംഭിക്കുകയായി. നിങ്ങളുടെ മോൾക്ക് മാത്രമല്ല, ഇതുപോലെ ഏതൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാലും അദ്ദേഹം രക്ഷിക്കും. ഒരു നല്ല കാര്യം ചെയ്തിട്ട് പിന്നെ കുറ്റം പറയാൻ വരെയാണ്. എന്തിനാടോ ശൃംഗാരത്തിന് ശരീരം മുഴുവനിട്ട് ഇളക്കുന്നത്? നീ ആരാടാ? പുഷ്പണ്ണന്റെ മാനേജർ. നീ? പുഷ്പയുടെ ഫ്രണ്ട്. നീയോ? പുഷ്പണ്ണന്റെ ഡ്രൈവർ. നീയോ? പുഷ്പണ്ണന്റെ ആളാ. എന്തുട്ടീശവൻ കാണിച്ചു വിട്ടണ? ഇവിടെ ആരോടെങ്കിലും ചോദിച്ചാ അവര് പേര് പറയില്ല, പുഷ്പയുടെ ആൾക്കാരതെ പറയൂ. ഹലോ, ഇതുപോലെ മിതമായിട്ട് ചെയ്യണം, ഓവർ ആക്കരുത്. ഇതാ എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ എന്ത് പ്രഹസനമാണ് സജി. അതെ, പുഷ്പ എന്നത് വെറും പേരല്ല, പുഷ്പ എന്നതൊരു ബ്രാൻഡ്. എന്നിട്ട് പിന്നെ എങ്ങനെ എല്ലാവരും സന്തോഷിക്കല്ലേ ചെയ്യ. എന്നാൽ എന്റെ ചേട്ടൻ അദ്ദേഹം ഇന്നക്കാരൻ. അറിയോ, എന്റെ ഭർത്താവിന്റെ കണ്ണൊന്ന് ചുവന്നാൽ ചിറ്റൂർ ജില്ല മുഴുവൻ കിടകിടാന്ന് പറയ്ക്കും. അയ്യന്റെ മോനെ. വെളുപ്പിന് 3 മണി മുതല് നീലത്തില് മുങ്ങി നിൽക്കുന്നതാ. ഇപ്പൊ ഉന്നെ പാത്താ കഥകളി നടന്മാർ അടിച്ചിട്ടേ പോയിടും. എന്തിനാ സ്വാമി ഈ വേഷം കെട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? തണുപ്പത്ത് പീഡിയത്തിനെ കിടന്ന് നിന്റെ പിരികളായി പോയടാ. ഇവിടുത്തെ വിചിത്രമായ ആചാരങ്ങളെ കുറിച്ച് അശോകേട്ടന് അറിയാൻ വയ്യാത്തോണ്ടാ. ആണുങ്ങൾ പെൺവേഷം കെട്ടി അമ്മയുടെ മുമ്പിൽ ആടിയ ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന ചൊടലിയാണോ? അല്ല, ഭാപാപര്യം. ഇതെന്നാട്ടോ മയിലാട്ടോ പാത്രിക, പുലിയാട്ടോ പാത്രിക, ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. മാർഗം കളിയാ? ആ, ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി. എന്തുന്നാടാ ഇത്? നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ ഒരോളമായിക്കോട്ടെ എന്ന് കരുതി. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.